നമ്മുടെ കയ്യിൽ ഒരു ഗുഡ് ന്യൂസ്, ഒരു നല്ല വാർത്ത ലഭ്യമായാൽ, ഒരു അനൗൺസ്മെൻറ്റ് ഈ ലോകത്തിന് നൽകാനുണ്ടെങ്കിൽ നമ്മളത് ആരെയായിരിക്കും ആദ്യം അറിയിക്കുന്നത്? ആദ്യം ഈ വാർത്ത അറിയുന്നതിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നവർ വളരെ പ്രത്യേകതയുള്ളവരായിരിക്കണം. അവരുടെ കരങ്ങളിൽ കിട്ടിയ ഈ വാർത്ത അവർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിന് ഒരിക്കൽ ഒരു ഗുഡ് ന്യൂസിനെ ഈ ഭൂമിക്ക് അറിയിക്കണമായിരുന്നു. ദൈവം തൻ്റെ ഏറ്റവും വലിയ പദ്ധതിയെ ഈ ഭൂമിയിൽ ലോഞ്ച് ചെയ്ത ദിവസം, അതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിക്ക് സമ്മാനമായി നൽകിയ ദിവസം. ഈ സംഭവത്തെ ലോകത്തിന് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ദൈവം ആദ്യം തെരഞ്ഞെടുത്തത് ഒരു കൂട്ടം ഇടയന്മാരെയായിരുന്നു. യഹൂദന്മാരുടെ സമൂഹത്തിൽ ഇടയന്മാർ തരം താഴ്ത്തപ്പെട്ടവരായിരുന്നു. അവരോട് ആരും ഒന്നും ആദ്യം പറയാറില്ല. ഇടയന്മാരുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് ഒരുമിച്ച് ചേരുവാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഏറ്റവും വലിയ കുഴപ്പം, ന്യൂനത എന്ന് പറയുന്നത് അവരുടെ അശുദ്ധിയായിരുന്നു. യഹൂദന്മാർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടക്കുമ്പോൾ വരെ പല രീതിയിലുള്ള ശുദ്ധീകരണ കഴുക്കലുകളിലൂടെ കടന്നു പോകും. എന്നാൽ ഇടയന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ആടുകളെ മേയിച്ച് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട്, വെള്ളമില്ലാത്ത ഇടങ്ങളിലൊക്കെ സഞ്ചരിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട്, അവർ യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുശാസിക്കുന്ന ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകാത്തതുകൊണ്ട് യഹൂദന്മാർ ഇവരെ അശുദ്ധി വന്നവർ എന്നുള്ള നിലയിൽ തരം താഴ്ത്തിയ മനുഷ്യരായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ വിശുദ്ധിയുടെ ഏറ്റവും വലിയ പദ്ധതി ഈ ഭൂമിയുടെ മേൽ ലോഞ്ച് ചെയ്ത ദിവസം, അതിനെ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യർ എന്ന് പറയുന്നത് ആട്ടിടയന്മാരായിരുന്നു, അല്ലെങ്കിൽ അശുദ്ധരായ ആട്ടിടയന്മാരായിരുന്നു. ആട്ടിടയന്മാർ അശുദ്ധരായിരുന്നുവെങ്കിലും അവർ വളർത്തുന്ന ആടുകളെ യഹൂദന്മാർ അവരുടെ ആലയത്തിൽ യാഗം കഴിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുത്തു എന്നുള്ളതും മതത്തിൻ്റെ കപടഭക്തിയായി വെളിപ്പെടുത്തുന്ന കാര്യമാണ്. ചുരുക്കം പറഞ്ഞാൽ മതത്തിൻ്റെയും കപടഭക്തിയുടെയും ഇരകളാക്കപ്പെട്ട ആട്ടിടയന്മാർക്ക് ദൈവം തൻ്റെ ഗുഡ് ന്യൂസിൻ്റെ അനൗൺസ്മെൻറ്റ് നൽകിയെന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാവർക്കും ലഭ്യമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ ഒരു സീസണിൽ തഴയപ്പെട്ട ഒരു വ്യക്തിയാണോ, ആരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ ദൈവത്തിന് ആവശ്യം നിങ്ങളെയാണ്. ദൈവത്തിൻ്റെ ഗുഡ് ന്യൂസ് തേടിയെത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്കാണ്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കാണ്.